ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത്, അതോ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? ഇതൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡ് ആയി തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കിന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹമുണ്ട്. പക്ഷേ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നവരെ ആ ഒരു എനർജി ഇവിടെ കാണാനായിട്ട് കിട്ടുന്നില്ല. മറിച്ച് ബ്രേക്കപ്പ് ആൻഡ് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ പോകുന്നവരുടെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്നത്. അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. ഓക്കെ, അതായത് അവർ റെസ്പോണ്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലേക്ക് ഉണ്ടാകുക ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമായിരിക്കാം. എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അതായത് തേർഡ് പാർട്ടി നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെയുള്ള ഒരു ഫാമിലി നിങ്ങളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ഫാമിലി ആയിരിക്കാം. നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം കൂടുതലായിട്ടും ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മാത്രം നിങ്ങളുടേതായിരിക്കാം. പക്ഷേ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെയാണ്. ചിലർക്കെങ്കിലും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, അതുപോലെ തന്നെ സോൾമേറ്റ് ആയിരിക്കാം, ടിൻ ഫ്ലെയിം ആയിരിക്കാം. എല്ലാവരുടെയും ഒരു കാര്യമല്ല നമ്മളിവിടെ പറയുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് ആര് വന്നാലും എന്ത് സിറ്റുവേഷൻ വന്നാലും അത് എൻ്റെ ആയി ചിലപ്പോൾ കുറച്ച് സമയങ്ങളൊക്കെ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കുറച്ച് പെയിനിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹമാണ് ഉള്ളത്. പക്ഷേ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് അവർക്ക് ആരെയൊക്കെയോ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ പേടിക്കേണ്ട ഒരവസ്ഥ കാണുന്നുണ്ട്. ആരെയൊക്കെയോ ആശ്രയിക്കണം, അല്ലെങ്കിൽ ആരെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ആർക്കൊക്കെയോ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു പെട്ടവസ്ഥ, അല്ലെങ്കിൽ ഒരു ട്രാപ്പായിട്ട് കിടക്കുന്നത് പോലെയാണ്. ഇതിപ്പോൾ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള പല കടമകളും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവരുടെ ഫാമിലിയുടെ കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ അവർക്ക് ആ ഫാമിലിക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നു. അങ്ങനെ അവരെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അവരിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങളോട് അവർക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യാനോ ആദ്യമത്തെ പോലെ ഒന്ന് പ്രതികരിക്കാനോ നിങ്ങളോട് സംസാരിക്കാനോ ഒന്നും അവർ മുതിരാതെ നിൽക്കുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു മിറാക്കിൾ പോലെ കണ്ടുമുട്ടിയ ആളുകളായിരിക്കാം. അതായത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളായിരിക്കാം ഈ വ്യക്തി. അങ്ങനെയുള്ള ഒരാളായിരിക്കാം നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത്. അതും അവരുടെ ഒരു നിർബന്ധത്തിന് പുറത്തായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാകുക. പക്ഷെ നിങ്ങൾ പരസ്പരം പറഞ്ഞ് ഒരു ബ്രേക്കപ്പോ നോ കോണ്ടാക്റ്റോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ കാണുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നത് മറ്റു പലർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വന്ന ഒരവസ്ഥയിലാണ് അത് എന്ന് കാണുന്നത്. ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർ കിടക്കുന്നത്. അതായത് മാരേജ് ആയിട്ടുള്ള ആളുകളെയും ഇവിടെ കാണുന്നുണ്ട്. അത് അവരുടെ കടമയാണ്. അത് വിട്ടിട്ട് നിങ്ങളിലേക്ക് വരാൻ അവർക്കിവിടെ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പേഴ്സൺ എന്ന് പറയുന്ന ആൾ
കാര്യങ്ങളൊക്കെ കുറച്ച് മച്വറായിട്ട് കാണുന്ന ആളായിരിക്കാം. അതായത് എവിടെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരിക്കാം ഈ പേഴ്സൻ്റേത്. അതായത് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കണ്ട് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി എന്ന് സാരം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ മച്ചുറായിട്ടുള്ള ഒരു ആളാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് കുട്ടികളെ പോലെയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് വേദനിക്കും. ചെറിയൊരു വേദന നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കത് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. നിങ്ങൾക്കറിയാം ഈ പേഴ്സണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കേണ്ടി വരും എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് പരമാവധി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ വ്യക്തി ചെയ്യുന്നുണ്ട്. അത് പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ആൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പരമാവധി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ എല്ലാം ആൾ ചെയ്യുന്നുണ്ട്. അവരുടെ സിറ്റുവേഷൻസൊക്കെ തന്ത്രപൂർവ്വം മാറ്റിക്കൊണ്ട് വരുന്നുമുണ്ട്. പക്ഷേ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു മുന്നിലേക്ക് പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ഒരു ഇമോഷൻസൊക്കെ ഉള്ളിൽ അവരിങ്ങനെ അടക്കി വയ്ക്കുകയാണ്, പുറത്തേക്ക് കാണിക്കുന്നില്ല. നിങ്ങൾ പലപ്പോഴും മനസ്സ് തുറന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ ഒരു തമാശയായിട്ടൊക്കെ എടുക്കുന്നുണ്ടാകാം, അല്ല അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാകില്ല, ചിലപ്പോൾ റെസ്പോണ്ട് തരുന്നുണ്ടാകില്ല. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ അവർ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്, നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ എന്നും അവരെ മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് അവർ വളരെ സന്തോഷിക്കുകയാണ്. പക്ഷേ പുറത്ത് ആ ഒരു ഇമോഷൻസ് ഒന്നും തന്നെ കാണിക്കാൻ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല. കാരണം അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പല വ്യക്തികൾ അവരുടെ ലൈഫിലുണ്ട്. ഒരു ഭാഗത്ത്, ലൈഫിൻ്റെ ഒരു ഭാഗത്ത് അവർ നിൽക്കുകയാണ്. അപ്പോൾ അവരെ ഇട്ടിട്ട് വന്നിട്ട് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരൽ നടക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊന്നും എൻ്റെ ഫീലിങ്സ് ഒന്നും വെളിയിലേക്ക് കാണിച്ച് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് വലിയ പ്രോബ്ലംസിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് കരുതി അവരുടെ ഫീലിങ്സ് എല്ലാം അവർ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അത് പക്ഷേ അത് നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. പക്ഷേ ആ ഒരു സ്നേഹം അവർക്ക് പുറത്ത് കാണിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ആ സിറ്റുവേഷൻസൊക്കെ എൻഡ് ആകാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം നിങ്ങളുടെ കൂടെയുള്ളൊരു എൻജോയ്മെൻ്റാണ് അവരാഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട്, അതായത് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെയുള്ളൊരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷന് വേണ്ടി നിങ്ങളുടെ വ്യക്തി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടെ റീഡിങ്. ഇതിവിടെ അവസാനിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.